നമ്മുടെ ആറാട്ടണ്ണൻ, പിന്നെ ഒരു അലൻ ജോസ് പെരർ, ഇവരൊക്കെ ആൾക്കാർ റോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ കല്ലെറിയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തുന്നത്. അയ്യോ പിടിപ്പിക്കില്ല സാർ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതുവരെ ഒരു കോമാളിത്തം മനഃപൂർവ്വം കാണിച്ചിട്ടില്ല. അയ്യോ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. എന്റെ പേരിൽ ഒരു ട്രാൻസ്ജെൻഡർ കേസ് വന്നു. ഞാൻ ആളെ കണ്ടിട്ടുള്ളൂല്ല. 2 ദിവസം ടി വിയിൽ എന്റെ ഫോട്ടോ വന്നു. പണ്ടത്തെ ആണുങ്ങൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി ഇൻഡസ്ട്രിയിലുള്ള. അതിന് ഇപ്പത്തെ ആണുങ്ങൾ അനുഭവിക്കേണ്ട ആവശ്യമില്ല. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. അയാൾ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ അല്ല കല്യാണം കഴിക്കണം എന്ന് പറയുന്നത്. യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ 2 മുട്ടയും പഴം കഴിച്ചോ. കല്യാണം കഴിക്കാത്ത ഒരു നടിയാണ് കല്യാണം കഴിക്കണം എന്ന് പറയുന്നത്. 2 ഉണക്കി തേങ്ങ വെട്ടി വെള്ളം തട്ടെ. അതാണല്ലേ ഇതൊരു തെറ്റാണോ? ഇതിന് പരിഹാരം ഇല്ല. ഞാനൊരു കാര്യം പറയാം. താങ്കൾ നിഷ്കളങ്കനാ. സന്തോഷ് ജി എപ്പോ വന്നാലും പറയുന്നത് എന്താ, ഇത് ന്യൂസ് ഇടുന്ന എന്തിനാ, ഇത് പോപ്പുലാരിറ്റിയിൽ കൊണ്ടുവരുന്ന എന്തിനാ? സന്തോഷ് ജി എങ്ങനെ പോപ്പുലർ ആയ? ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്നെ എന്റെ ഇന്റർവ്യൂ എടുക്കുമെന്ന് ഞാൻ ഒരു ഹോട്ടൽ എടുത്ത് എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം. അതന്നെ അവന്റെ ഫിനിഷ്. ഒരു സാധനം ചെയ്യുമ്പോൾ ഒന്നുകിൽ അവനവനും ഗുണം വേണ്ട. ഒരു 10 രൂപ കേരളത്തിന്റെ വിരുമാറിലൂടെ നീ ഒരു ഗതി കിട്ടാപ്പേദം പോലെ ഒഴുകുന്നത് എനിക്ക് കാണണം. നാട്ടിലെ ഏതെങ്കിലും ഒരു മനുഷ്യനൊരു ഗുണം. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു ഇല്ലാതെ മൊത്തം വേസ്റ്റ്. ഇതൊന്നും അല്ല അവിടെ വിറ്റ് പോകുന്നത്. മലയാളികളുടെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പിൽ വിറ്റ് പോകുന്നത് ചാരിറ്റിയാണ്. അയ്യോ എന്ത് അത്ഭുതം! ഞാൻ അങ്ങോട്ട് പറയാൻ ഉദ്ദേശിച്ചത് അളിയൻ ഇങ്ങോട്ട് സ്വന്തമായി കോമാളിത്തരം കാണിച്ച് 3ാം ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി. ഇതേപോലുള്ള യൂട്യൂബേഴ്സ് എന്ന് വരെ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നോ അന്ന് വരെ ഇദ്ദേഹം തുടരും. എന്ന് ഇവര് നിർത്തുന്നോ അന്ന് ഇദ്ദേഹം പണി നിർത്തും. അങ്ങനെ വേണം. എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ XY വേണം. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്താനം പറയുന്നത്? ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ 3ാം ചാനൽ മാത്രമാണ്. അല്ലല്ല സാർ അയാൾ പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റിന്റെ കോമാളിത്തരം അത് കഴിഞ്ഞിട്ടാ പറഞ്ഞേ. ന്യായമാണോ ഇത് നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവം സന്തോഷം പഠിച്ചോണ്ടാണ് സായിയോട് സായി എന്റെ കോമാളിത്തരം പറഞ്ഞപ്പോ എടാ നിന്റെ 3ാം ചാനലല്ലേ ചോദിച്ചേ. എന്റെ ദൈവം ഇതൊരു പുലിവാലായല്ലോ. ഒന്നും വിചാരിക്കില്ലേ. അഡൾട്ട് കണ്ടന്റ് വേറെന്തൊരു കാര്യം കൂടി, അത് 3 കാണിച്ച ആദ്യം വന്ന ആളാണ് സന്തോഷ് പണ്ഡിറ്റ്. അപ്പൊ അങ്ങനെ പറഞ്ഞ ഒരാൾക്ക് ഒരിക്കലും ഒരു യോഗ്യതയില്ല അങ്ങനെ തിരിച്ചൊരു 3ാം ചാനൽ എന്ന് പറയാനുള്ളത്. അല്ലല്ല സാർ അയാൾ പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റിന്റെ കോമാളിത്തരം അത് കഴിഞ്ഞിട്ടാ പറഞ്ഞേ. ഇവിടെ നടന്നത് പുറത്തറിഞ്ഞാൽ പിന്നെ മഞ്ഞളിട്ട് അർസൂസ് ജീവിച്ചിരിക്കില്ല. എന്താ അർസൂസ് ഏട്ടാ, ഞങ്ങൾ ആരോട് പറയാനാ? ഉറപ്പ് എടുക്കണ്ട്. ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതല്ലേ. ഞാൻ ഇറങ്ങട്ടെ. അതിന്റെ എല്ലാ വീടുകളും